പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ CM പങ്ക്, കോഡി റോഡ്സോ ഇവരിൽ ഒരാൾ വില്ലനായിട്ടായിരിക്കും ഈ മത്സരത്തിലേക്ക് എത്തുക എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇരുവർക്കിടയിലും വലിയ പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിലൂടെ തുടക്കമാകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പക്ഷേ ഈ ഷോ മാത്രം കണ്ട കൂട്ടുകാർക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകണം എന്നില്ല. അപ്പോൾ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആദ്യം നോക്കാം. നല്ല ഗംഭീരമായിട്ടുള്ള നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് ഇവരുടെ ടാഗ് ടീം മത്സരമായിട്ട് നടന്നത്. CM പങ്കും കോഡി റോഡ്സും നല്ലതുപോലെ തന്നെ ഒരു ടീം എന്ന നിലയിൽ ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചു. ഇനി മറുവശത്ത് വന്ന ഗുന്തറും സാമി സെയിനും ഒരു ടീം എന്ന നിലയിൽ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. ഈ രണ്ട് ടീമുകൾക്കിടയിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതായിട്ടോ പ്രശ്നങ്ങളുള്ളതായിട്ടോ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ടീം എന്ന നിലയിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ ഗംഭീരമായി പോയിക്കൊണ്ടിരുന്ന മത്സരത്തിൽ സാമി സെയിൻ ഒരു പിൻ കിക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് CM പങ്കിനെ തള്ളിയിടുന്നത് റഫറിയുടെ മേത്തേക്കായിരുന്നു. അങ്ങനെ റഫറിയായ ചാൾസ് റോബിൻസൺ അൺകോൺഷ്യസ് ആകുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഗുന്തർ വിജയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ നിക് ഓൾഡിസിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവും രണ്ടാമത് വന്ന റഫറിയെ കാല് പിടിച്ച് നിലത്തേക്കിടുന്നതുമൊക്കെ ഈ ഗുന്തർ, സാമി സെയിൻ തുടങ്ങിയവരുടെ ടീം പരാജയപ്പെടുന്നതിലേക്ക് നയിക്കപ്പെട്ടു. അങ്ങനെ ഈ ടാഗ് ടീം മത്സരത്തിൻ്റെ ഒരു സ്റ്റിപ്പുലേഷൻ എന്ന് പറയുന്നത് ഗുന്തറും സാമി സെയിനും ഈ ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ചാൽ സമ്മർ സ്ലാമിൽ ഈ രണ്ട് പേരെയും ആഡ് ചെയ്തുകൊണ്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു ഫേറ്റൽ ഫോർവേ ആക്കാം എന്നുള്ളതാണ്. അപ്പോൾ കോഡി റോഡ്സിനും CM പങ്കിനും ഇതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. CM പങ്കിനായിരുന്നു അതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടായത്. കാരണം ഒരു 1-on-1 മത്സരങ്ങൾ എന്നുള്ളതിൽ ഉപരി ഒരു ഫേറ്റൽ ഫോർവേ മൾട്ടി ഒപ്പോണൻസ് വരുമ്പോൾ എല്ലാവരെയും ശ്രദ്ധിക്കണം. CM പങ്കിനെ തന്നെ പിൻ ചെയ്യാതെ ഈ മത്സരത്തിൽ പുതിയ ചാമ്പ്യന് വരാനും സാധിക്കും. അപ്പോൾ CM പങ്ക് കോഡി റോഡ്സിനോട് പറഞ്ഞത് നമ്മൾ എങ്ങനെയെങ്കിലും ഈ ടാഗ് ടീം മത്സരത്തിൽ വിജയിക്കണം, അതിന് നമുക്കിടയിൽ പ്രശ്നങ്ങൾ പാടില്ല, നമ്മൾ നല്ലതുപോലെ തന്നെ കൊണ്ടുപോകണം, എന്നിട്ട് നമ്മൾ സമ്മർ സ്ലാമിൽ ഒരു 1-on-1 മത്സരത്തിന് പോയാൽ മതി, അതിന് മുൻപ് വരെ നമ്മളൊരു ഇപ്പോഴത്തെ ഫ്രണ്ട്സ് എന്ന നിലയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതാണ്. അതിന് അനുസരിച്ച് തന്നെയായിരുന്നു ആ ഒരു ടാഗ് ടീം മത്സരം ഇരുവരും ഫിനിഷ് ചെയ്തത്. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഇവർക്ക് വിജയിക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും അതിനുശേഷം നടന്ന ഒരു മൊമെൻറ്റ്, ആ ഒരു മൊമെൻറ്റ് നമ്മളിൽ പലരും ആ സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി പിന്നീട് ബാക്ക് സ്റ്റേജിൽ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ടാഗ് ടീം മത്സരത്തിൽ വിജയിച്ച സന്തോഷത്തിൽ രണ്ടുപേരും കയ്യൊക്കെ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന ആ ഒരു സമയത്ത് ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സ് ആണ് ആദ്യം എടുക്കുന്നത്. അത് എടുത്തിട്ട് CM പങ്കിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. CM പങ്ക് അത് ഷോൾഡറിൽ ഇടുന്ന ഒരു സമയത്ത് CM പങ്ക് ആ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ആ ഒരു സ്ട്രാപ്പുള്ള ഭാഗം ഇങ്ങനെ ഷോൾഡറിലേക്ക് ഇടുന്ന സമയത്ത് അത് നേരെ കോഡി റോഡ്സിൻ്റെ കണ്ണിലേക്ക് പതിക്കുന്നുണ്ട്. സാധാരണ റൈറ്റ് സൈഡിലാണ് കൂടുതൽ ആളുകൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഷോൾഡറിൽ ഇടാറ്, എന്നാൽ ഇത്തവണ അദ്ദേഹം ലെഫ്റ്റ് സൈഡിലാണ് ഇട്ടത്. അപ്പോൾ കോഡി റോഡ്സിൻ്റെ കണ്ണിൽ പതിച്ചത് അത് ആക്സിഡൻ്റലാണ് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ പിന്നീട് ഇതിനെ ഒരു സ്റ്റോറിയാക്കി തന്നെ കൺവേർട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതായത് ഈ CM പങ്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ഷോൾഡറിലേക്ക് ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ബെൽറ്റ് ഇടുമ്പോൾ അത് മനഃപൂർവ്വം കോഡി റോഡ്സിൻ്റെ കണ്ണിൽ പോയിട്ട് അടിക്കാൻ വേണ്ടി, കോഡി റോഡ്സിൻ്റെ മുഖത്ത് പോയി അടിക്കാൻ വേണ്ടി CM പങ്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോഡി റോഡ്സ് CM പങ്കിനോട് ചെറിയൊരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അവിടേക്ക് WWE പ്രൊഡ്യൂസറും മുൻപ് റെസ്ലറുമൊക്കെ ആയിരുന്ന ബോബി റൂഡ്, ട്രിക് വില്യംസ് തുടങ്ങിയവർ കയറി വന്നുകൊണ്ട് ഈ കോഡി റോഡ്സിനെയും CM പങ്കിനെയും രണ്ട് വശത്തേക്ക് പിടിച്ചു മാറ്റുന്നതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചു. ക്യാമറ കോഡി റോഡ്സ് തട്ടിമാറ്റുന്നതും ബോബി റൂഡ് തട്ടിമാറ്റുന്നതും വിഷ്വൽസ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതും CM പങ്കും തട്ടിമാറ്റുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ കോഡി റോഡ്സ് ഇത് CM പങ്ക് മനഃപൂർവ്വം ചെയ്തതുപോലെ അദ്ദേഹത്തിന് ഫീലായി അനുഭവപ്പെട്ടു. അപ്പോൾ അത് ഡയറക്റ്റ് വന്നിട്ട് CM പങ്കിനോട് ഒരു ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ ചോദിച്ചതാണ്. എന്നാൽ CM പങ്ക് പറയുന്നത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്യേണ്ട ആവശ്യമേ ഇല്ല എന്ന് CM പങ്ക് മറുപടി കൊടുക്കുന്നു. പക്ഷേ അത് കോഡി റോഡ്സിന് തൃപ്തിയായിട്ടുള്ള ഒരു മറുപടി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഡി റോഡ്സ് പിന്നെയും CM പങ്കിനെ ഒരു കുറ്റക്കാരൻ എന്ന നിലയിലാണ് കണ്ടത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, CM പങ്കോ കോഡി റോഡ്സോ ഇവരിൽ ഒരാൾ സമ്മർ സ്ലാമിലേക്ക് വില്ലനായിട്ടായിരിക്കും എത്തുക, അല്ലെങ്കിൽ സമ്മർ സ്ലാം കഴിയുമ്പോൾ ഇവരിൽ ഒരാൾ വില്ലനായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സമ്മർ സ്ലാം ആണ് CM പങ്കോ കോഡി റോഡ്സോ വില്ലനായി മാറാനുള്ള ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. സമ്മർ സ്ലാമിന് മുൻപോ സമ്മർ സ്ലാമിലോ ഇവരിൽ ഒരാൾ വില്ലനാകും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്.
എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കോഡി റോഡ്സിനെ വില്ലൻ ആക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം കോഡി റോഡ്സിനെ വില്ലൻ ആക്കിയാൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നിട്ടേക്ക് പോകുകയുള്ളൂ. കോഡി റോഡ്സ് വന്ന നാൾ മുതൽ അദ്ദേഹം ഇപ്പോൾ ഒരു ഫേസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് കമ്പനിയിലേക്ക് റിട്ടേൺ ചെയ്യുന്ന നാൾ മുതൽ അദ്ദേഹത്തെ വില്ലൻ ആക്കിയാൽ അദ്ദേഹത്തിലൂടെ നല്ല സ്റ്റോറി ലൈനുകൾ കിട്ടും. ഇനിയും അദ്ദേഹത്തെ ഫേസ് ആക്കി തന്നെ മുന്നിട്ടേക്ക് കൊണ്ടുപോയാൽ അത് ചിലപ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ട് പോലും ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോയേക്കാം. അപ്പോൾ CM പങ്കിൻ്റെ ഒരു അങ്ങനെ വർക്കൊക്കെ നമ്മൾ മുൻപ് കുറേയധികം തവണ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ CM പങ്കിനെ ഹീലാക്കുന്നതിനേക്കാൾ ബെറ്റർ കോഡി റോഡ്സിനെ ഹീലാക്കി കുറച്ച് ഹീൽ ക്യാരക്ടറിലുള്ള വർക്ക് അദ്ദേഹത്തിന് കൊടുത്താൽ ഗംഭീരമായേക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഈ ഒരു ആംഗിൾ ചെറുതായിട്ട് അവർ ഒന്ന് ബിൽഡ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ഒരു തെറ്റിദ്ധാരണ അതിലൂടെ ഒരാൾ വില്ലനാകുന്നു അങ്ങനെയുള്ളൊരു സ്റ്റോറി ബിൽഡപ്പ് നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.